വിൻഡോസിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സെറ്റിംഗ്സിലൂടെ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെയുള്ള വിൻഡോസ് ടിപ്സിനായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഈ സെറ്റിംഗ്സ് കിട്ടാനായിട്ട് നിങ്ങൾ വിൻഡോസ് കീ+R പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു കമാൻഡ് Ctrl യൂസർ പാസ്വേഡ്സ് 2 ഈ ഒരു കമാൻഡ് അടിച്ചിട്ട് എൻ്റർ ചെയ്യുക. ഈ ഒരു വിൻഡോയിൽ നിലവിൽ ഇനേബിൾ ആയിട്ടുള്ള യൂസർ അക്കൗണ്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് എന്ന് കൊടുക്കുക. നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ഞാൻ സൈൻ ഇൻ വിത്തൗട്ട് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുന്നു. ദെൻ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വേണോ ലോക്കൽ അക്കൗണ്ട് വേണോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ലോക്കൽ അക്കൗണ്ട് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട യൂസർ അക്കൗണ്ടിൻ്റെ നെയിം കൊടുക്കുന്നു. പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, റീ എൻ്റർ ചെയ്യുന്നു. പാസ്വേഡ് ഹിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ചെയ്യുന്നു. സൺ എന്ന പേരിൽ ഒരു ലോക്കൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ലിമിറ്റഡ് അക്കൗണ്ടാണ്. ഇതിന് അഡ്മിൻ പ്രിവിലേജ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർട്ടീസ് എടുക്കുക. അതിനുശേഷം ഗ്രൂപ്പ് മെമ്പർഷിപ്പ് എന്നുള്ളിടത്ത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ഓക്കെ കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേപോലെയുള്ള വിൻഡോസ് ടിപ്സിനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അറിയാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.